ഹലോ വെൽക്കം ടു ഡ്രീമോറ. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം എങ്ങോട്ടാന്നല്ലേ, വണ്ടി ഇന്ന് സർവീസിന് കൊടുക്കണം. അതുകൊണ്ട് രാവിലെ തന്നെ വേണുമാമനെയും ബുദ്ധിമുട്ടിച്ച് ഞാൻ താണ്ടെ കുമ്പഴയിലേക്ക് പോവുകയാണ്. ഇന്ന് കുമ്പഴയിലാണ് കേട്ടോ വണ്ടി കൊടുക്കുന്നത്. അവൻ്റെ ഫ്രണ്ടിൽ പോകുന്ന വേണുമാമനാണ്. അപ്പം വണ്ടി അവിടെ കൊടുത്തു. എന്നിട്ട് താണ്ടെ തിരിച്ച് വേണുമാമൻ്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ കഥകളും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു. വീട്ടിൽ വന്ന് നോക്കിയപ്പോഴോ ഇരിക്കുന്നു നമ്മുടെ മലയാളികളുടെ ദേശീയ ഫുഡായ പഴങ്കഞ്ഞി. ഇച്ചിരി ചോറ്, ഇച്ചിരി ചക്ക, ഇച്ചിരി തൈര്, പിന്നെ അതിനകത്തോട്ട് ഇച്ചിരി കാന്താരി മുളകും കൊച്ചുള്ളിയൊക്കെ ഇട്ട് ഉടച്ച് അങ്ങോട്ട് കലക്കി അങ്ങോട്ട് കുടിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി മീൻചാറും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. മോര് കറിയും തലേന്നത്തെ കാലത്തിലുണ്ടാക്കിയ സാമ്പാറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിപൊളിയാണ്. അതെല്ലാം കൂടെ ഇട്ട് ഒരു പിടി പിടിക്കണം. അച്ചാറും ഉണ്ട് കേട്ടോ. അങ്ങനെ എനിക്കും മമ്മിക്കൂടാണ്. അപ്പം മമ്മി വേണ്ട കഴിച്ച് നോക്കുക എങ്ങനെ ഉണ്ടെന്ന് വെച്ച് അച്ചാറും ഒക്കെ ഇട്ട് നല്ലൊരു പിടി പിടിച്ചിട്ടുണ്ട് രാവിലെ തന്നെ. മമ്മി തന്നെ എല്ലാം ഇട്ട് ഇളക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ, സൂപ്പർന്ന്. അങ്ങനെ കാത്തിരുന്നവർ വന്നു ഗൈസ്. ചെറുക്കൻ വന്ന്, കള്ളച്ചെറുക്കൻ വന്നു. അതെൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡുമാണ് ഷൈനോ, അത് ശ്രീജിത്ത്. അപ്പോൾ ഇവരെ കുറേ ദിവസം കൊണ്ട് ഇങ്ങോട്ട് വിളിക്കുക. അപ്പം ഇവർ 3 പേരും കൂടെ, അളിയനും കൂടെ ലീവ് ഉള്ളപ്പോഴല്ലേ വരാൻ പറ്റും. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ അതായിട്ട് വന്നുണ്ടേ മമ്മി അങ്ങ് എടുത്തിട്ടുണ്ട് കളിച്ചോണ്ടിരിക്കുക. തടി പിടിച്ചിങ്ങനെ കളിച്ചോണ്ടിരിക്കുക. എന്നിട്ട് അവനിങ്ങനെ മമ്മിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം പിന്നെ കുറേ നേരം ഇവിടെ ഇരുന്ന് പിന്നെ കളിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. നമ്മൾ വാ കൊണ്ട് വണ്ടി ഓടിക്കുന്ന പോലെ സൗണ്ട് വയ്ക്കുമായിരുന്നു. അവനും അതുപോലെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ സൗണ്ട് വയ്ക്കാനായിട്ട്. പക്ഷെ തുപ്പൽ മാത്രമേ വരുന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഇരുന്ന് മമ്മിയുടെ കൂടെ ഇച്ചിരി നേരം കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത പണി വന്നിരിക്കുന്നു ഗൈസ്. വേറൊന്നുമല്ല, രാവിലെ കൊടുത്ത വണ്ടി തിരിച്ചു പോയി വാങ്ങിക്കാനായിട്ട്. രാവിലെ നമ്മൾ വേണുമാവനെ ബുദ്ധിമുട്ടിച്ചെങ്കിൽ വൈകിട്ട് നമ്മൾ അവളെ ബുദ്ധിമുട്ടിക്കാം. എന്തായാലും വീട്ടിൽ വന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ പണികൾ കൊടുക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഇച്ചിരി ഒന്ന് പോസ്റ്റായി. ഒത്തിരി നേരം നല്ലൊരു 2-5 മിനിറ്റ്. അങ്ങനെ അവർ എല്ലാം ബില്ലിങ്ങും ഒക്കെ അടിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ അകത്തുനിന്ന് എടുത്ത് തന്ന് അവൾ വീഡിയോ ഒക്കെ എടുത്തു തരുമെന്നും പറഞ്ഞിട്ട് അവൾ നേരത്തെ ഫോണും ഒക്കെ വാങ്ങിച്ച് വെളിയിൽ വന്ന് നിൽക്കുക കേട്ടോ. എന്തായാലും വണ്ടി നല്ല സുന്ദരക്കുട്ടപ്പനായി. വണ്ടി എടുത്ത് ഞങ്ങൾ ഇറങ്ങി നേരെ വാഴമുട്ടത്തോട്ടാണ് പോയത്. വാഴമുട്ടത്തോട്ട് പൊന്നുവിനെ കൂടെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകണമായിരുന്നു. അവനിന്ന് തിരിച്ച് എറണാകുളത്തോട്ട് പോകും. അവൻ അവിടെയാണ് ജോലി. ഇതാണ് ഗൈസ് പൊന്നൂസ്. അപ്പം അവൻ തിരിഞ്ഞ് നിൽക്കുമ്പോൾ മുഖം കാണിച്ചു തരാം. അവൻ അറിയുന്നില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. കയറിയപ്പോഴേ മമ്മി എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെന്നത്. അപ്പം മമ്മി ചോദിക്കുമായിരുന്നു എപ്പോഴാണ് പോകണ്ടേ, എപ്പോഴാണ് ട്രെയിൻ എന്നൊക്കെ ചോദിക്കുമായിരുന്നു, ട്രെയിനിൻ്റെ സമയമൊക്കെ. അതവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് അവൻ ഫോൺ കാണുന്നത് കേട്ടോ, ഞാൻ വീഡിയോ എടുക്കുന്നത്. ആ മുഖം കണ്ടാലേ അറിയാം മനസ്സിൽ എന്തോ എൻ്റെ പ്രാഗമാണെന്ന്. അതുകൊണ്ട് അതാണ് എൻ്റെ വല്യമാമി എന്ന് പറഞ്ഞ് എൻ്റെ അമ്മൂമ്മയുടെ നാത്തൂന്. അപ്പം അവനോടിങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. അമ്മയ്ക്കൊക്കെ എങ്ങനെ ഉണ്ടെന്നും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചോട്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഇങ്ങനെ വേണ്ട ചെറുക്കൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവനെ എവിടോ കണ്ട് പരിചയമുണ്ടല്ലോ, ഇവൻ ഏതോന്നിങ്ങനെ അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു. ഇനി കുറച്ച് നേരം മാമനും മോനും കൂടെ ഇരിക്കട്ടെന്നും പറഞ്ഞുകൊണ്ട് 2 പേരും കൂടെ ഭയങ്കര കാര്യം പറച്ചിലായിരുന്നു കേട്ടോ. കുഞ്ഞൻ എന്തോ പറയുന്നതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ചോദിച്ചാലോ മാമനോട് തരുവോന്ന്? ഉടുപ്പയിലൊക്കെ പിടിച്ചോണ്ടൊക്കെ ഇരിക്കാം. ചെലപ്പഴെങ്ങാനും തന്നാലോ, എനിക്കിഷ്ടപ്പെട്ടെന്നൊക്കെ കരുതി. മാമൻ എന്ത് മനസ്സിലാവാത്ത, എനിക്ക് ഉടുപ്പൊന്ന് തരുവോ? എനിക്കിഷ്ടപ്പെട്ടത് നല്ല രസമുണ്ട്. ഈ മാമൻ എന്തുവാണ് ഈ പറയുന്നേ? അപ്പം പൊന്നിന് പോകാനുള്ള സമയമായി കേട്ടോ. അപ്പം എന്താണ്ട് മാമന് ടാറ്റയൊക്കെ പറഞ്ഞ് ചേട്ടൻ തന്നെ ഇറങ്ങുകയാണ്. അളിയനാണ് കൊണ്ടുവിടാൻ പോകുന്നത്. അപ്പം ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങി. ഞാൻ വന്നപ്പോൾ അമ്മച്ചി പ്രാർത്ഥിക്കുന്നതും കേട്ട് അമ്മച്ചിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോഴത്തേക്കിന് പുള്ളിക്കാരൻ്റെ ശ്രദ്ധ അങ്ങ് മാറി. അപ്പം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ ഇനി ഫാനിനെ ആയി നോട്ടം. കമന്ന് വീഴാനായിട്ട് നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് പറ്റുന്നില്ല. പറ്റാതെ അങ്ങ് മൂശട്ടിയാവും. പിന്നെ അങ്ങോട്ട് കരയാൻ തുടങ്ങും. പിന്നെ അവിടെ നിന്ന് എണീക്കണം. പിന്നെ എണീച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ഇതാണ് പുള്ളിക്കാരൻ്റെ എൻ്റർടൈൻമെൻറ്റ്.
അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഗൈസ് അവരും പോവുകയാണ് കേട്ടോ. എൻ്റെ ടാറ്റയൊക്കെ പറഞ്ഞ് അവരും പോയി. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടാറ്റ ബൈ ബൈ, സി യു.